ഹലോ, എല്ലാവർക്കും നമസ്കാരം. ജിതയാണ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നത് വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും അതുപോലെ തന്നെ വെയിറ്റ് ലോസ് ജേർണിയിൽ അവോയ്ഡ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുമൊക്കെയാണ്. ആദ്യത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു മൈൻഡ് സെറ്റിനെ കുറിച്ചാണ് പറയുന്നത്. വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമുക്ക് വേണ്ടത് നല്ലൊരു മൈൻഡ് സെറ്റാണ്. അതായത് നമ്മളുടെ മൈൻഡിൽ നമ്മൾക്ക് എത്രത്തോളം വെയിറ്റ് കുറയ്ക്കണം എന്നുള്ളതിനൊരു തീരുമാനം ഉണ്ടാവണം. അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലാണ് എൻ്റെ വെയിറ്റ് കുറയുക എന്നുള്ളതിനൊരു തീരുമാനം ഉണ്ടാവണം. നല്ലൊരു ഹാർഡ് വർക്ക് ചെയ്യാനായിട്ടുള്ളൊരു തീരുമാനം ഉണ്ടാവണം. മറ്റുള്ളവരുടെ വാക്കുകൾക്ക് മുന്നിൽ മനസ്സ് പതറാത്ത രീതിയിലുള്ള ഒരു മൈൻഡ് സെറ്റ് നമ്മൾ തയ്യാറാക്കിയെടുക്കണം. അതിന് ബാക്കിയുള്ളവരുടെ വാക്കുകൾ കേൾക്കാതിരിക്കുക. ഫസ്റ്റ് നമുക്ക് വേണ്ടത് മോട്ടിവേഷണൽ വീഡിയോസ് കാണുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾ ഒരാഴ്ച നല്ലൊരു രീതിയുമായിട്ട് മുന്നോട്ട് പോകും, ഡയറ്റുമായിട്ട് മുന്നോട്ട് പോകും. എന്നിട്ട് 6 ദിവസം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ 7-ാം ദിവസം നമ്മളുടെ മൈൻഡ് എന്തിന് എന്നുള്ളൊരു തോന്നൽ വന്നിട്ട് അതിൽ നിന്ന് മാറി വീണ്ടും ഭക്ഷണം പഴയതുപോലെ കഴിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മോട്ടിവേഷണൽ വീഡിയോസ് കാണുന്നതും ബുക്സ് വായിക്കുന്നതും നല്ലതായിരിക്കും. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. ഓരോരുത്തരുടെ ബോഡിക്ക് അനുസരിച്ച് വെള്ളം കൂടുതൽ കുടിക്കുക. 5-6 ലിറ്റർ കുടിച്ചിട്ട് നമ്മളുടെ കിഡ്നിക്ക് ഫംഗ്ഷൻ കൂടുതൽ കൊടുത്തു കഴിഞ്ഞിട്ട് വേറെ അസുഖം ഉണ്ടാക്കണ്ട. നമ്മളുടെ ദാഹത്തിനനുസരിച്ചുള്ള വെള്ളമാണ് കുടിക്കേണ്ടത്. നമുക്ക് എത്രത്തോളം ദാഹമുണ്ടോ അതിനനുസരിച്ച് വെള്ളം കുടിക്കുക. ഇപ്പോൾ ഈ ചൂട് ആയതുകൊണ്ട് നമ്മൾ കൂടുതൽ വെള്ളം കുടിക്കും. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം കൂടുതൽ കുടിക്കുക. ഭക്ഷണം കഴിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് നിങ്ങൾ വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആ ഒരു രീതിയാണ് ഫോളോ ചെയ്യുന്നത്. ഭക്ഷണം കഴിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആവശ്യത്തിനനുസരിച്ച് മാത്രം വെള്ളം കുടിക്കുക. ഒരുപാട് വെള്ളം കുടിക്കണമെന്നൊന്നും ഞാൻ പറയില്ല. എൻ്റെ ക്ഷീണം അനുസരിച്ച് അല്ലെങ്കിൽ എനിക്ക് വേണ്ടുന്ന വെള്ളം മാത്രമാണ് ഞാൻ കുടിക്കുന്നത്. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാതിരിക്കുക. നമ്മൾ രാത്രി ഒരു 7 മണിക്ക് അത്താഴം കഴിച്ചിട്ട് കിടക്കുന്നതാണ്. അപ്പോൾ എത്ര മണിക്കൂറുണ്ട്? ആ ഒരു 10-14 മണിക്കൂറിനുള്ളിൽ നമ്മളുടെ ഭക്ഷണമൊക്കെ ദഹിച്ച് ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാതെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ജോലിക്ക് പോകുന്നവരുണ്ടാവും, കോളേജിൽ പോകുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ട് പോകുക എന്നുള്ള ഒരു രീതിയുണ്ട്. പക്ഷേ ഇപ്പോൾ അങ്ങനെ അധികം ആരും അങ്ങനെ ചെയ്യാറില്ല, എങ്കിലും ചെയ്യുന്നവരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞത്. വെയിറ്റ് ലോസ് ജേർണി ചെയ്യുന്നതിന് പ്രത്യേകിച്ച് കാരണം നമുക്ക് ആ ഒരു ദിവസം മുഴുവനും ഊർജ്ജം കിട്ടുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഭക്ഷണമാണത്. അപ്പോൾ അതിൽ പിന്നെ കൂടുതലും പ്രോട്ടീൻ ഉണ്ടോ എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. അതുപോലെ തന്നെ വെജിറ്റബിൾസ് ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണം. കലോറി കുറവാണെന്നുള്ളതും ശ്രദ്ധിക്കണേ. അതും അത്യാവശ്യമായിട്ടുള്ള കാരണമാണ്. പിന്നെ ചെയ്യേണ്ടത് എക്സസൈസ്. എല്ലാ ദിവസവും ഒരു മിനിമം 5 ദിവസമെങ്കിലും എക്സസൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഒന്ന് നടക്കാൻ വേണമെങ്കിൽ ഇപ്പോൾ പറയുന്നുണ്ട് നടപ്പ് ഒരു എക്സസൈസ് അല്ലാന്ന്. എന്നാലും നമ്മളൊരു അരമണിക്കൂർ നടക്കാനായിട്ട് ശ്രദ്ധിക്കുക. സുംബ പോലത്തെ അല്ലെങ്കിൽ നമ്മൾക്ക് ഇപ്പോൾ വെയിറ്റ് ഒരുപാടുള്ളവരാണെങ്കിൽ ജമ്പിങ് ജാക്കൊക്കെ കട്ട് ചെയ്തിട്ട് മുട്ടിൽ ഒരുപാട് വെയിറ്റ് വരുന്ന തരത്തിലുള്ള എക്സസൈസ് ചെയ്യാതെ നിന്നുകൊണ്ട്, ഇപ്പോൾ നമുക്ക് വയറാണ് കൂടുന്നതെന്നുണ്ടെങ്കിൽ ബെല്ലി ഫാറ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എക്സസൈസ് കുറേ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ മിനിമം ഒരു 5 ദിവസമെങ്കിലും നമ്മൾ എക്സസൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഞ്ച് വളരെ ഹെൽത്തി ആയിട്ടുള്ള ലഞ്ച് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ലഞ്ചിൽ നല്ല പ്രോട്ടീൻസ് ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. പ്രോട്ടീൻ മുട്ട കഴിക്കാം, പയറുവർഗ്ഗങ്ങളെല്ലാം കഴിക്കാം, സോയ ചങ്ക്സ് കഴിക്കാം, പിന്നെ ചിക്കൻ കഴിക്കാം, മീൻ കഴിക്കാം, പനീർ കഴിക്കാം. അതെല്ലാം പ്രോട്ടീൻ റിച്ചാണ്. അപ്പോൾ ഏതെങ്കിലുമൊക്കെ നമ്മുടെ ഭക്ഷണത്തിലുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. റൈസിൻ്റെ അളവ് വളരെ കുറയ്ക്കുക. തവിട് ചേർന്ന റൈസ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതാണ് ഉച്ചയ്ക്കുള്ള ഭക്ഷണ രീതി. വിശക്കുമ്പോൾ മാത്രം ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വിശക്കുമ്പോൾ മാത്രം ഭക്ഷണം കഴിക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ അത്താഴം 7 മണിക്ക് മുമ്പ് കഴിച്ചു തീർക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു 6:30-7 മണിക്കുള്ളിൽ കഴിച്ചു തീർക്കാനായിട്ട് ശ്രദ്ധിക്കുക. നല്ല ഉറക്കം കുറയ്ക്കാനായിട്ട് നമ്മൾക്ക് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നല്ല ഉറക്കം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് ക്ഷീണം ഉണ്ടാവില്ല. ആ ക്ഷീണം വരാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ മൊത്തത്തിൽ ക്ഷീണമായിപ്പോയി കഴിഞ്ഞാൽ ഭക്ഷണം കൂടെ നമ്മൾ കുറയ്ക്കുമ്പോൾ നമുക്ക് ആ ഒരു ക്ഷീണം കൂടെ വന്നു കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഉറക്കം അത്യാവശ്യ ഘടകമാണ്. ഞാൻ പറഞ്ഞത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈൻഡ് സെറ്റ് റെഡിയാക്കുക, ഇടയ്ക്കിടയ്ക്ക് മോട്ടിവേഷൻ വീഡിയോസൊക്കെ കാണുക. രണ്ടാമത് നല്ലതുപോലെ വെള്ളം കുടിക്കുക, ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാതിരിക്കുക, വിശക്കുമ്പോൾ മാത്രം ഭക്ഷണം കഴിക്കുക. പിന്നെ ലഞ്ച് കഴിക്കുമ്പോഴത്തേക്ക് നമ്മൾക്ക് വേണ്ട പ്രോട്ടീനും വെജും ഒക്കെ ഉൾപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. പിന്നെ വൈകിട്ടാണെന്നുണ്ടെങ്കിലും അത്താഴത്തിന് 7 മണിക്ക് മുമ്പ് അത്താഴം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എക്സസൈസ് മസ്റ്റായിട്ട് ചെയ്യുക. ഉറക്കം നന്നായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വേണ്ടുന്ന കാര്യങ്ങൾ. പിന്നെ അവോയ്ഡ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്.
നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ സോഡ കുടിക്കുന്ന ശീലം ചിലർക്കെങ്കിലും ഉണ്ടാവാം. ഒരു പെപ്സി, ഒരു കൊക്കക്കോള 10 രൂപയുടെ 20 രൂപയുടെ ഒക്കെ ഇപ്പോൾ കിട്ടും. അപ്പോൾ കുറച്ചല്ലേ എന്നുള്ളത് വിചാരിച്ചിട്ട് ചെറിയ കുപ്പി 10 രൂപയുടെ വാങ്ങിച്ച് കുടിക്കുക. അത് ആ ശീലങ്ങളെല്ലാം നിർത്തിയേക്ക്. വെയിറ്റ് കുറയ്ക്കണമെന്നുണ്ടെങ്കിലും ഈ സോഡ കുടിക്കുന്ന രീതികൾ എല്ലാം ഒക്കെ നിർത്തുക. ജങ്ക് ഫുഡ്, ബർഗർ, പിന്നെ പിസ്സ, അങ്ങനെയുള്ള ഭക്ഷണ രീതികളെല്ലാം തന്നെ നിർത്തിക്കൊള്ളുക. നമ്മൾ വീട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ അമ്മയോടോ അല്ലെങ്കിൽ നമ്മളുടെ വീട്ടുകാരോടോ ഒക്കെ പറയാം, ഞാനിങ്ങനെ വെയിറ്റ് കുറയ്ക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഫ്രണ്ട്സിനോട് പറയാം, വെയിറ്റ് കുറയ്ക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പുറത്ത് പോകുമ്പോഴേക്കും എനിക്ക് വേണ്ടുന്ന ഭക്ഷണം വാങ്ങിച്ച് വരണ്ട, അല്ലെങ്കിൽ എന്നെ നിർബന്ധിക്കാതിരിക്കണം എന്നുള്ളത് അവരോടൊന്ന് പറയുക. അപ്പോൾ വീട്ടിൽ അമ്മയോടൊക്കെ പറയുകയാണെങ്കിലും രാവിലെ മധുരമിട്ട് ചായ തരാതിരിക്കാനും കാപ്പിക്ക് മധുരം ഇടാതിരിക്കാനും ഒക്കെ അമ്മയും ശ്രദ്ധിക്കും. അപ്പോൾ അത് നമ്മളെ സഹായിക്കുന്ന ഒരു ഘടകം കൂടിയാണ്. അപ്പോൾ നമ്മളുടെ ആ ഒരു എയിം എന്താണെന്നുള്ളത് വീട്ടുകാരോടൊന്ന് പറഞ്ഞതിന് ശേഷം തുടങ്ങുന്നത് വളരെ നന്നായിരിക്കും. പിന്നെ വേണ്ടുന്നത് വൈറ്റ് ബ്രെഡ് ഒഴിവാക്കുക എന്നുള്ളതാണ്. ബ്രെഡ് കഴിക്കുമ്പോൾ ബ്രൗൺ ബ്രെഡ് സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ബ്രൗൺ ബ്രെഡിൽ ഒരുപാട് തവിടുണ്ട്, അത് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതാണെന്നുണ്ടെങ്കിൽ 2-3 കഷ്ണമാണ് ഒരു സമയത്ത് നമുക്ക് കഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതിന് ഔട്ട്സൈഡ് ഫുഡ് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മളുടെ മൈൻഡ് സെറ്റിനനുസരിച്ചായിരിക്കും കാര്യങ്ങൾ. എത്ര ആളുകൾ നിർബന്ധിച്ചാലും നമ്മൾ കഴിക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുമില്ല, അതത്രേ ഉള്ളൂ. ഇപ്പം ഞാൻ എത്ര നാളായി പുറത്ത് പോയിട്ട് ഒരുപാട് ജങ്ക് ഫുഡ് അങ്ങനെ ഒന്നും കഴിക്കാറില്ല. വീട്ടുകാരോടൊപ്പം ഭക്ഷണം കഴിക്കാൻ കയറുന്നുണ്ടെങ്കിലും ഞാൻ അവർ കഴിക്കുന്ന ഫുഡൊന്നുമല്ല കഴിക്കുക. കൂടി വന്നാൽ 1-2 ചപ്പാത്തി കഴിക്കും. വെജ് കറിയോ അല്ലെങ്കിൽ ഒരു പനീർ കറിയോ അല്ലെങ്കിൽ ഒരു ചിക്കനോ, അതിനകത്ത് നിന്ന് ചിക്കൻ മാത്രം കഴിക്കും, പനീർ മാത്രം കഴിക്കും. അങ്ങനെയാണ് ഞാൻ കഴിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ആ ഒരു മൈൻഡ് സെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ച് മുന്നോട്ട് പോകും. ബാക്കിയുള്ളവർ പറയുന്നത് കേൾക്കാതിരിക്കുക, ബാക്കിയുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങാതിരിക്കുക. നമ്മളുടെയാണ് ആരോഗ്യം, നമ്മൾ ശ്രദ്ധിക്കുക. നമ്മളുടെയാണ് എയിം. നമ്മൾ വിചാരിച്ചിരിക്കുന്ന എയിമിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ആ ഒരു പാത്തിലൂടെ തന്നെ പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഭക്ഷണം കഴിക്കുമ്പോൾ TV കണ്ടുകൊണ്ട് കഴിക്കാതിരിക്കുക. TV കണ്ടുകൊണ്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്നത് അറിയില്ല, വയററിയാതെ കഴിച്ചുകൊണ്ടിരിക്കും. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യമാണ്, വലിയ പാത്രത്തിൽ ഭക്ഷണം എടുത്ത് വെക്കാതിരിക്കുക. ഈ പാത്രത്തിൽ കുറച്ച് ചോറും കുറച്ച് വെജും സലാഡും ഒക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ വലിയ പാത്രത്തിൽ ഈ വെജിറ്റബിൾസ്, ചപ്പാത്തി അല്ലെങ്കിൽ കുറച്ച് ചോറ് ഒക്കെ ഇട്ട് കഴിയുമ്പോൾ അതൊന്നും നിറയാത്ത ഒരു ഫീല് നമുക്ക് വരും. അത് നമ്മളുടെ മൈൻഡിലേക്ക് കുറച്ച് ഭക്ഷണം ഉള്ളെന്നുള്ള ഒരു രീതിയിലേക്ക് എത്തും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വിശക്കാനുള്ള സാധ്യതയുണ്ട്, കൂടുതൽ ഭക്ഷണം കഴിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു പാത്രത്തിൽ എന്താ കഴിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ചെറിയ പാത്രത്തിൽ എടുക്കുമ്പോൾ അതെല്ലാം നിറഞ്ഞിരിക്കും. അപ്പോൾ അതുകൊണ്ട് ചെറിയ പാത്രത്തിൽ ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വലിയ പാത്രത്തിൽ ഭക്ഷണം കഴിക്കാതിരിക്കുക, TV കണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കാതിരിക്കുക, ചെറിയ പാത്രത്തിൽ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണ പദാർത്ഥങ്ങൾ, ലഡു, ജിലേബി അല്ലെങ്കിൽ മിക്സർ, അച്ചാറുകൾ, അങ്ങനത്തെ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളെല്ലാം ടേബിളിൽ നിന്ന് മാറ്റി വയ്ക്കുക. നമ്മൾക്ക് അത് കണ്ടു കഴിയുമ്പോൾ ഒരു ടെൻഡൻസി, പഞ്ചാബി ഹൗസിൽ ചായക്കട കാണുമ്പോൾ ദിലീപ് വലിയുന്നത് പോലെ ഒരു ടെൻഡൻസി ആ ഭാഗത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ തന്നെ ആ ടേബിളിൽ നിന്ന് മാറ്റി വയ്ക്കുക. അത് നമുക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഉച്ചയ്ക്ക് ചോറ് കഴിക്കുമ്പോൾ തൈര് കൂടുതൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. എല്ലാ ദിവസവും തൈര് കഴിക്കുന്നത് വളരെ നല്ലതാണ്. കുടലിൽ നല്ല ബാക്ടീരിയകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് തൈര് കൂടുതൽ കഴിക്കുമ്പോൾ എന്നുള്ളതാണ് പറഞ്ഞ് നമുക്ക് കേട്ടുള്ള അറിവ്. അപ്പോൾ അതുകൊണ്ട് തൈര് കൂടുതൽ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് ഉച്ചയ്ക്ക് കഴിച്ചാൽ മതി. രാത്രിയിൽ തണുപ്പാണ്, ഈ തൈര് എന്ന് പറയുന്നത് തണുപ്പാണ്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ തൊണ്ടവേദനയ്ക്കോ ജലദോഷത്തിനോ ഒക്കെ സാധ്യതയുള്ള ഒരു ഭക്ഷണം കൂടിയാണ് തൈര്. അതുകൊണ്ട് രാത്രി കഴിക്കാതെ ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു, മൈൻഡ് സെറ്റ് ആക്കുക, നമ്മളൊരു എയിം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു. ഒരുപാട് വലിയ എയിമിലേക്ക്, വലിയൊരു ഗോളിലേക്ക് നമ്മൾ പോകണ്ട. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ദിവസം ഒരു 10-ാം തീയതിയാണ്, ഈ 10-ാം തീയതി അടുത്ത 10-ാം തീയതി ആകുമ്പോൾ ഞാനൊരു 20 കിലോ കുറച്ചേക്കാം അല്ലെങ്കിൽ ഒരു 15 കിലോ കുറച്ചേക്കാം എന്നുള്ള ഒരു മൈൻഡിലേക്ക് പോകാണ്ട് ഒരു 5 കിലോ മിനിമം, ഒരു 2, 3, 5 ആ ഒരു റേഞ്ചിൽ നിർത്തുക. അങ്ങനെ ഒരു ചെറിയ ഗോളിൽ നമ്മൾ ആദ്യം സെറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ആ ഒരു മാസം കഴിയുമ്പോൾ ചിലപ്പോൾ 2 എന്ന് വിചാരിക്കുന്നിടത്ത് ചിലപ്പോൾ 3 കുറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് ഭയങ്കര അധികം സന്തോഷമാവും, അല്ലേ? 20-15 എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആ ഒരു റേഞ്ചിലേക്ക് എന്തായാലും എത്താൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ പട്ടിണി കിടന്നെങ്കിൽ മാത്രമാണ് ആ ഒരു റേഞ്ചിലേക്ക് എത്തുള്ളൂ. ആ പട്ടിണിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ എക്സസൈസ് ചെയ്യേണ്ട, ഡയറ്റും വേണ്ട, ഒന്നും വേണ്ട, നേരെ മണ്ണിലേക്ക് ഇട്ടാൽ മതി.
അപ്പോൾ അതുകൊണ്ട് ആ ഒരു രീതിയിലേക്ക് പോകാണ്ട് ചെറിയൊരു ഗോൾ മുതൽ ചെയ്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക, അതായിരിക്കും ബെറ്റർ. ഹാർഡ് വർക്ക് ചെയ്യാതെ വല്ല കാര്യം നടക്കുമോ? അപ്പോൾ നമ്മളുടെ മൈൻഡ് സെറ്റ് ചെയ്ത് നമ്മൾ ചെയ്യേണ്ട രീതി എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി ഏതൊക്കെ എക്സസൈസാണ് ഫോളോ ചെയ്യേണ്ടത്, അവരവരുടെ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ചുള്ള എക്സസൈസ് ഫോളോ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഹാർഡ് വർക്ക് ചെയ്യാതെ നമ്മളുടെ എയിമിലേക്ക് നമ്മൾ എത്തിച്ചേരില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു മൈൻഡ് സെറ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. അല്ലെങ്കിൽ ഒരാഴ്ച ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് നമ്മുടെ മനസ്സ് തളർന്നു പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. 7-ാം ദിവസം ആകുമ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കണം എന്നൊക്കെ തോന്നും. അപ്പോൾ നമ്മൾ ആ ഒരു ഗോളിൽ എത്തിച്ചേരണം എന്നുള്ളത് നമ്മളുടെ മൈൻഡിൽ പറഞ്ഞ് സെറ്റ് ചെയ്ത് വെക്കുക. പിന്നെ ചെയ്യേണ്ടത് നമ്മൾ എന്തൊക്കെയാണ് കഴിക്കുന്നത് എന്നുള്ളത് ഒന്ന് മനസ്സിൽ വെച്ചേക്കണം. ഇന്ന് കഴിച്ച രീതികളൊക്കെ എന്തൊക്കെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾക്ക് കഴിച്ചപ്പോൾ ക്ഷീണം ഉണ്ടായില്ലല്ലോ, അപ്പോൾ നമ്മൾ ഇന്ന് കഴിച്ചത് എന്താണ് അതൊന്ന് എഴുതി വയ്ക്കുക. ഇന്ന് നല്ല രീതിയിൽ കഴിച്ചു, എന്തോരം കലോറി ഞാൻ കഴിച്ചു, അല്ലെങ്കിൽ എന്തോരം പ്രോട്ടീനാണ് ഞാൻ എടുത്തത്. ഈ പ്രോട്ടീൻ കഴിക്കാനായിട്ട് മുട്ട കൂടുതൽ കഴിക്കാം കേട്ടോ. മുട്ട നേരത്തെ ഞാൻ വിചാരിച്ചിരുന്നത് ഉണ്ണി കഴിക്കാൻ പാടില്ലെന്നായിരുന്നു. മുട്ടയുടെ ഉണ്ണി ഒരെണ്ണം കഴിച്ചിട്ട് വെള്ളം മാത്രം കഴിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ പല വീഡിയോസും കണ്ട് പലതും വായിച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ മുട്ടയുടെ ഉണ്ണി കഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല എന്നുള്ളതാണ്. മിനിമം ഒരു 3 മുട്ടയെങ്കിലും കഴിക്കാം എന്നുള്ളതാണ്. അങ്ങനെ മുട്ട കൂടുതൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. സോയ ബീൻസ് കൂടുതൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. പിന്നെ ചെറുപയർ, കടല, പയർ, പരിപ്പ്, പനീർ, ഇതെല്ലാം മീൻ, ചിക്കൻ ഒക്കെ നമുക്ക് ഈ ഫുഡിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. റൈസിൻ്റെ അളവ് കുറച്ച് ഈ വെജിറ്റബിൾസും ഒക്കെ കുറച്ച് മിനിമം ഒരു 100 ഗ്രാം ചിക്കൻ ഒരു ദിവസം കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കി നമ്മളുടേതായിട്ടുള്ളൊരു ഡയറ്റ് കണ്ടുപിടിച്ച് ഇപ്പോൾ എൻ്റെ ശരീരത്തിന് ഒരുപാട് നീർക്കെട്ടുള്ള ശരീരമാണ്, ഒരുപാട് ഇങ്ങനെ കഫം കൂടുതലുള്ള ശരീരമാണ്. ആയുർവേദ ഡോക്ടറെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ബോഡിയിൽ ഒരുപാട് നീർക്കെട്ടാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ചുള്ള ഭക്ഷണ രീതിയാണ് ഞാൻ ഫോളോ ചെയ്തത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ഒരു വൈറലായിക്കൊണ്ടിരിക്കുന്ന ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രിങ്ക് അത് ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. അത് നല്ലതാണ്. കറുവാപ്പട്ട, കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ ഇതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് തിളപ്പിച്ച് കുറച്ച് നേരം തിളപ്പിക്കും. ഒരു 2-3 മിനിറ്റ് തിളപ്പിച്ച് നന്നായിട്ട് വറ്റിച്ചിട്ടാണ് ആ വെള്ളം കുടിക്കുന്നത്. അപ്പോൾ 2 ഗ്ലാസ് വെള്ളം വയ്ക്കുകയാണെങ്കിൽ അതൊരു 1.5 ഗ്ലാസ്സായിട്ട് വറ്റിച്ചിട്ട് രാവിലെ അത് കുടിക്കും. അപ്പോൾ നമുക്ക് നല്ല ഒരു ചെറിയൊരു ചൂടോടുകൂടെ കുടിക്കുമ്പോൾ തൊണ്ടയ്ക്കും സുഖമാവും, ശരീരത്തിന് സുഖമാവും. അത് നമ്മളുടെ പിന്നെ ഈ നീര് കുറയ്ക്കാനായിട്ട് നമ്മളെ സഹായിക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ചെയ്തിട്ട് എനിക്കിപ്പോൾ ഏകദേശം ജനുവരി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതുവരെ അതനുസരിച്ച് വേറൊരു കുഴപ്പവും തന്നെ വന്നിട്ടില്ല. അതിനിടയ്ക്ക് ഒരു ജലദോഷമോ പനിയോ അങ്ങനെയൊന്നും തന്നെ വന്നിട്ടില്ല. അപ്പോൾ അത് നല്ലൊരു രീതിയായിരിക്കും കേട്ടോ. അതാർക്ക് വേണമെങ്കിലും ചെയ്യാൻ തോന്നുന്നു. എന്തായാലും വണ്ണം കൂടി എന്നുള്ളവർക്ക് ശരീരത്തിൽ നിന്ന് അത് കൊഴുപ്പ് പോകാൻ കൂടുതൽ സഹായകമാകും എന്നുള്ളതാണ് റിസർച്ച് പറയുന്നത്. അപ്പോൾ അത് എല്ലാവർക്കും തന്നെ ചെയ്യാം. അത് നല്ലൊരു രീതിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ മൈൻഡ് സെറ്റാണ് എല്ലാത്തിനും ബേസ്. ബാക്കിയുള്ളവരെ ഡീമോട്ടിവേറ്റ് ചെയ്യാനായിട്ട് കുറേ ആൾക്കാരുണ്ടാവും. എല്ലാവരും എന്നല്ല കേട്ടോ, കുറച്ച് പേരെങ്കിലും നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യും. നിൻ്റെ മുഖം വല്ലാണ്ടായിപ്പോയി, വയസ്സിയെ പോലെയായി, ക്ഷീണമായി, കഴുത്ത് നീണ്ടു, അങ്ങനെ പലതും നമ്മൾ കേൾക്കും. അതിലൊന്നും മനസ്സ് തളരാതെ നമ്മൾ തീരുമാനിച്ച ഇതിനനുസരിച്ച് ആ പാത്തിലൂടെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ശ്രമിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കുറയും. അതിൽ യാതൊരു മാറ്റവും ഇല്ല. നമ്മളുടെ ഡയറ്റ്, നമ്മൾ വിചാരിച്ചിരുന്ന എക്സസൈസും എല്ലാം അതിനനുസരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ലാതെ നമ്മളുടെ വെയിറ്റ് കുറയ്ക്കാം. ചിലപ്പോൾ 2 മാസം എന്ന് വിചാരിച്ചിരിക്കുന്നത് ചിലപ്പോൾ 3 മാസത്തേക്കാവും, അല്ലെങ്കിൽ 4 മാസത്തേക്കാവും. പക്ഷേ നമ്മൾ ഹെൽത്തി ആയിട്ട് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ വരില്ല. അപ്പോൾ കുറച്ച് നമ്മളുടെ ഒരു ലിമിറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വെളിയിൽ നിന്നുള്ള ഭക്ഷണമൊക്കെ ഇടയ്ക്കൊക്കെ കഴിക്കാം. അത് വിഷയമില്ലല്ലോ. ഇപ്പോൾ ഞാൻ കാണുന്ന ഡോക്ടർ പറഞ്ഞത് ഒരുപാട് വണ്ണമുള്ളവർ, ഈ നീര് കൂടുതലുള്ളവർ എല്ലാ മാസവും വയറിളക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ കഴിക്കുന്നത് ബൃഹദ്രബലയാണ്. ബൃഹദ്രബല ഒരു 2 സ്പൂൺ ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് രാത്രി കിടക്കുന്നതിന് മുൻപ് കഴിച്ചു കഴിഞ്ഞാൽ കുറേ നാൾ നമ്മുടെ വയറ്റിൽ എന്തെല്ലാം അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകുന്ന കാരണങ്ങളുണ്ടോ അതെല്ലാം തന്നെ വയറ്റിൽ നിന്ന് പോയി കഴിയുമ്പോൾ നമ്മുടെ വയറ് ഫ്രഷ് ആവും, നമ്മളുടെ ആ നീരും ഫാറ്റും ഒക്കെ പോകാനായിട്ട് സഹായിക്കുമെന്നുള്ളതാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് മാസത്തിൽ ഒരു തവണയെങ്കിലും വയറിളക്കാനായിട്ടും കൂടെ ശ്രദ്ധിക്കുക. അത് നമ്മളുടെ വെയിറ്റ് കുറയുന്നതിന് നമ്മളെ സഹായിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതി ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.